നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അപ്പോ സ്വപ്നയ്ക്ക് കാര്യമായിട്ട് എന്തോ കിട്ടാൻ പോകുന്നുണ്ടല്ലേ? സ്വപ്ന അത് അർഹിക്കുന്നുണ്ട്. അവളുടെ കാര്യം മഞ്ജു നോക്കട്ടെ. വാ, നമുക്ക് മണ്ഡപത്തിലേക്ക് പോവാം. വാ. നീ എത്ര വലിയ തെറ്റാ ചെയ്തെന്ന് നിനക്കറിയില്ല. എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലുത് എന്റെ അനിയത്തിയ. അവള് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ദിവസമാ നീ നശിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നെ നീ എത്ര ബുദ്ധിമുട്ടിച്ചാലും അത് ഞാൻ സഹിച്ചു എന്ന് വരും. പക്ഷേ മഹിമയെ നീ ദ്രോഹിച്ച നിനക്ക് ജീവിച്ച് മതിയായി എന്നായിരിക്കും അർത്ഥം. നീ പല തവണയായിട്ട് എന്റെ ക്ഷമ പരീക്ഷിക്കുന്നു. എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക പൊളിച്ച് അടങ്ങുവെന്ന വാശിയാണ് നിനക്കെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നീ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കണം. എന്റെ അനിയത്തിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ നീ ഒരു തടസ്സമായിരിക്കും എന്ന് എനിക്ക് തോന്നിയ നിന്നെ ഞാൻ ഒഴിവാക്കാനും മടിക്കില്ല. നീ എന്നെ കൊല്ലൊന്നുമില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ ഉറപ്പിക്കൊന്നും വേണ്ട മോളെ. വേറെ വഴിയില്ലെന്നുള്ള അവസ്ഥ വന്നാ ഞാൻ എന്തും ചെയ്യാൻ തയ്യാറായിന്ന് വരും. പിന്നെ നിന്നെ ഒഴിവാക്കാൻ എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. നിനക്കെതിരെ ഒരു കള്ളക്കേസ് ഫയൽ ചെയ്ത് ജയിലിലാക്കിയാ മതി. നിന്നെ പുറത്തിറക്കാൻ പോലും ഒരാളും മെനക്കെടില്ല. ശല്യം ഒഴിഞ്ഞു പോയെന്നെ എല്ലാവരും കരുതൂ. ഗോപാൽജിയുടെ മരുമകളാവാനല്ലേ നിന്റെ ആഗ്രഹം? അത് എത്രയും പെട്ടെന്ന് നടത്തിയെടുത്തോ. കാരണം ആ വീട്ടിൽ നിന്റെ തോന്നിവാസം ഇനി ഞാൻ സഹിക്കില്ല. ഇന്നത്തോടെ മഹിമ വീട്ടിൽ നിന്ന് പടിയിറങ്ങും. പിന്നെ എനിക്ക് മേലും കീഴും നോക്കാനില്ല. നീ ഒന്നും ഒരു കാലത്ത് നന്നാവില്ല എന്ന് എനിക്ക് മനസ്സിലായിടി. നിന്റെ ഉള്ളിൽ അത്രയ്ക്ക് വിഷമുണ്ട്. എന്റെ കുഞ്ഞ് ജനിക്കുമ്പോ നീ ആ വീട്ടിൽ ഉണ്ടാവരുത്. നീ അതിനോടകം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ആ പണി ഞാൻ ചെയ്യും. എന്നെ എന്റെ വീട്ടിൽ നിന്ന് നീ പറഞ്ഞേക്കോ? ആവശ്യം വന്നാ നിന്നെ ഈ ലോകത്തെന്ന് പോലും ഞാൻ പറഞ്ഞയക്കും. ദേ, എന്നെ വെറുതെ വാശി പിടിപ്പിക്കല്ലേ. എന്റെ അനിയത്തെ നീ ഉപദ്രവിച്ചത് ഞാൻ ഒരിക്കലും മറക്കില്ല. അതുകൊണ്ട് ഇനി എന്റെ ക്ഷമ പരീക്ഷിക്കുമ്പോ നീ നന്നായിട്ട് സൂക്ഷിക്കണം. ഇനി നിനക്കൊരവസരമേ ഞാൻ തന്നൂന്ന് വരില്ല. കേട്ടോടി?
ചേച്ചി എവിടെ? ആ ദാ എത്തിയല്ലോ നിന്റെ ചേച്ചി. ഇപ്പൊ സമാധാനായോ? ചേച്ചി എവിടെയായിരുന്നു? ഞാനൊരു ചെറിയ പണി കൊടുക്കാൻ അല്ല തീർക്കാൻ പോയതാ. തിരുമേനി താലികെട്ട് നടക്കട്ടെ. താലി എടുത്തു കൊടുക്കാൻ വധുവിന്റെ അച്ഛന് വരാം. തിരുമേനി, മഹിമയുടെ അച്ഛൻ മരിച്ചുപോയി. ഓ, എന്നാ ആ സ്ഥാനത്ത് കുടുംബത്തിലുള്ള ആണുങ്ങൾ ആരെങ്കിലും താലി എടുത്തു കൊടുക്കട്ടെ. നീ താലി എടുത്തു കൊടുക്കുമോനെ? ഞാനോ? എന്താ, നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? അതല്ലമ്മേ, ഞാൻ എടാ, മാധവൻ സാറ് പോയതിനു ശേഷം ഇവർക്ക് താങ്ങും തണലുമായി നിന്നിരുന്നത് നീ തന്നെയല്ലേ? ഇവൾക്കൊരു പ്രശ്നം വന്നപ്പോ ഇവളുടെ കൂടെ നിന്ന് എല്ലാം പരിഹരിച്ചതും നീ തന്നെയല്ലേ? നിനക്ക് മഹിമയുടെ മനസ്സിൽ ഒരു ഏട്ടന്റെ സ്ഥാനം തന്നെയാ. താലി എടുത്തു കൊടുക്കാനുള്ള എല്ലാ അവകാശവും നിനക്കുണ്ട് മോനെ. ഗൗരിയമ്മ പറഞ്ഞത് തന്നെയാ ശരി. ഗിരിയേട്ടന് അതിനുള്ള അവകാശമുള്ളത്. എടുത്തു കൊടുക്ക. എടുത്തു കൊടുക്കടോ, ഒരു അഭിമാനമല്ലേ? അങ്ങനെ മാധവന്റെ മോളുടെ കല്യാണത്തിന് താലി എടുത്തു കൊടുക്കാൻ വരെ ഗിരിയേട്ടൻ വേണമെന്ന അവസ്ഥയായി. ഗിരിയേട്ടൻ ഇപ്പൊ അവരുടെ കുടുംബക്കാരനാ. അച്ഛന്റെ കുടുംബ പേര് സംരക്ഷിക്കാൻ ഇനി ആരുണ്ടാവോ ആവോ.